ധാരാളം വൈറ്റമിൻസ് അടങ്ങിയതും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതുമായ ഒരു ഇലവർഗ്ഗമാണ് മുരിങ്ങയില. മുരിങ്ങയില കൊണ്ട് നല്ലൊരു കൂട്ടാനാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. മുരിങ്ങയില ഇറുത്തെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ തോർന്നതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കണം. മുരിങ്ങയില കറിയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ തന്നെ നല്ല മടിയായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ കഴിച്ചോളും കേട്ടോ. ഇതാ മുരിങ്ങയില മൊത്തത്തിൽ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ്. കുറച്ച് സവാള അരിഞ്ഞതിലേക്ക് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണ്. ഇനി അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കണേ. വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. മുരിങ്ങയിലയിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് കലക്കിയെടുക്കണം. ഇനി ഇത് നമുക്ക് ഓംലേറ്റ് ആക്കാമേ. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കൊടുത്ത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ. ഇതാ അത്രയും മുട്ടയും ഇതുപോലെ പാനിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കും പോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാമേ. ആ സൈഡും ഏകദേശം ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ മാറ്റാം. ഓംലേറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാമേ. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയില ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇല ആയതുകൊണ്ട് വാടി വരുമ്പോൾ കറിക്ക് ഉപ്പ് കൂടിപ്പോകും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എനിക്ക് ഉപ്പ് പാകമായിരുന്നേ. ഇത്രയും ഉപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ മുരിങ്ങയിലയും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടും. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട, അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കാൻ. ആവിയിൽ അത് വെന്ത് കിട്ടും. ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങയിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരണം. ഇത് അരപ്പ് റെഡിയായേ. പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാമേ. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുഴുവൻ മുട്ടയും ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന മുരിങ്ങയിലയും ക്യാരറ്റും നോക്കാമേ. ഇതാ മുരിങ്ങയിലയും ക്യാരറ്റും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാമേ. അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് പൊരിച്ച് പീസാക്കി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മുട്ടയും അരപ്പും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുരിങ്ങയിലയും അരപ്പും എല്ലാം മുട്ടയെ കവർ ചെയ്തിരിക്കുന്ന രീതിക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവിയേറ്റാനായിട്ട് വെക്കണേ. ഈ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടെ. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട മുരിങ്ങയില ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു തോരനാണ്. ഇങ്ങനെയാവുമ്പോൾ കുട്ടികൾ മുരിങ്ങയില മടി കൂടാതെ കഴിക്കും കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ തയ്യാറാക്കിയപ്പോൾ ഒന്ന് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കരുതി എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.
ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.